ഹലോ ഫ്രണ്ട്സ്, 2025 കൂറ്റനാട് എളവാതിക്കൽ പൂരം അതിഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഇതിൽ നമ്മുടെ മച്ചാട് ജയറാം വന്നിരുന്നു കേട്ടോ. കൂറ്റനാടും കോമംഗലത്തെ നവയുഗ ടീമിന് വേണ്ടിയിട്ടാണ് മച്ചാട് ജയറാം വന്നത്. പൂരത്തിന് മച്ചാട് ജയറാമും പപ്പന്മാരും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അതുപോലെ നവയുഗ ടീമും ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് മച്ചാട് ജയറാം പൂരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് കുളിക്കുന്ന സീനാണ് കേട്ടോ. അപ്പോൾ മച്ചാട് ജയറാമിൻ്റെ വിശാലമായ കുളി നമ്മൾ കാണുകയാണ്. കൂറ്റനാട് കോമംഗലത്തിനുള്ള ഒരു വീട്ടിലാണ് കുളിക്കുന്നത്. ഓക്കെ, ആ കാഴ്ചയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സാധാരണ ആനനൊക്കെ കുളിപ്പിക്കണമെങ്കിൽ നല്ല വെള്ളമാണല്ലോ. അതുകൊണ്ട് തന്നെ വലിയ പുഴയിലൊക്കെയാണ് സാധാരണ ആനകളെ കുളിപ്പിക്കാറ് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് പുഴയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വീട്ടിൽ കുളിപ്പിക്കേണ്ടി വന്നു. വീട്ടിൽ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ മുറ്റത്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ കുളിപ്പിച്ചതിൻ്റെ ഗുണം കിട്ടാത്ത തരത്തിൽ ചെളിയായി മാറും. പോരാത്ത നല്ല വെള്ളമാണല്ലോ. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ നല്ല വെള്ളമുണ്ട്. മുറ്റം സിമെൻറ്റ് കട്ടൊക്കെ ഇട്ടാണ്. അതുകൊണ്ട് ആ പ്രശ്നമില്ല. അപ്പോൾ ആനയ്ക്ക് സുഖമായിട്ട് കിടന്ന് കുളിക്കാൻ പറ്റും കേട്ടോ. പാപ്പന്മാരാണെങ്കിൽ നന്നായിട്ട് ഉരച്ച് കഴുകുന്നുണ്ട്. കാലും നഖവും തുമ്പിക്കൈയും എല്ലാ ഭാഗവും നല്ല ഉരച്ച് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ വെളുപ്പിച്ചെടുക്കുന്നത് കേട്ടോ. പക്ഷെ അത് വെച്ചാൽ ഇതിന് മണ്ണ് വഴിക്കാതെ വെള്ളം മുട്ടി കെട്ടി വെക്കില്ല. ചെറിയ മന കല്ലെടുത്തുണ്ട്. നമുക്ക് അങ്ങനെ പോവാ. അവിടുന്ന് കുറച്ചല്ലോ വെട്ടിക്കെട്ടി വെച്ചിട്ടേ കുറ്റിക്ക് വിട്ടാ കുട്ടിപ്പോയില്ല. കാര്യമായിട്ട് മലയാളം നടന്നു കഴിഞ്ഞാലേ ഇത് ഓഫ് ചെയ്തോ. പത്തേണ്ടതാ അല്ല അയ്യപ്പനോട് പരിപാടി ഉറപ്പാണോ?
അഞ്ചാമത്തെ ആറാമത്തെ ഒരു തളിക അതാ ഒരു തളിക മാമാ മാമ പോയി പത്ത